ഇരിട്ടി താലൂക്കിൽ റേഷൻ കാർഡില്ലാത്ത 227 കുടുംബങ്ങൾക്ക് ഉടൻ കാർഡ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭയാണ് റേഷൻ കാർഡില്ലാത്ത കുടുംബങ്ങളുടെ വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. താലൂക്കിൽ 137 കുടുംബങ്ങൾക്ക് ആധാർ കാർഡില്ലാത്തത് സംസ്ഥാന തലത്തിലുള്ള പൊതുവിഷയമായി കണ്ട് സർക്കാർ തലത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും യോഗത്തെ അറിയിച്ചു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം തുടങ്ങുന്നതിന് ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി യോഗത്തെ അറിയിച്ചു. റോഡരികിലെ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ പൊതുമരാമത്ത് വകുപ്പും സോഷ്യൽ ഫോറസ്ട്രിയും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കാൻ യോഗം തഹസിൽദാരോട് നിർദ്ദേശിച്ചു. കുടിവെള്ള പദ്ധതിക്കായി റോഡരികുകൾ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഫോറസ്റ്റ് ജല അതോറിറ്റിയുടെ നടപടിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടും യഥാസമയം ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാത്തത് കൃത്യവിലോമമായി കാണേണ്ടി വരുമെന്നും മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജല അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നും തഹസിൽദാർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 10 ജില്ലകളിലെ എംഎൽഎമാരും വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി. ഇതിലുണ്ടായ കാര്യം നിയമസഭയിൽ ചോദ്യം വന്നു, സബ്മിഷൻ വന്നു. മുഖ്യമന്ത്രിയോടും സ്പീക്കറും അനുവദിച്ചുകൊണ്ട് റൂൾ 300 പ്രകാരം വൈദ്യുതി വിഷയം പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു. അവിടെ പോലും വലിയ ഒരു ഒച്ചപ്പാട്, പ്രയാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ്. നമ്മളെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ വലിയ ചൂട് വന്നപ്പോൾ നമ്മൾ ആ ചൂട് കാലത്ത് വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കടം വാങ്ങി. ജൂൺ പകുതിക്ക് ശേഷം നല്ല മഴ കിട്ടും എന്ന വിശ്വാസത്തിലാണ് കടം വാങ്ങിയത്. അതിന് പറയുന്ന വൈദ്യുതി വകുപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സാപ്പ് എഗ്രിമെന്റ്. അതൊരു കാരണവശാലും സമയത്ത് തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റും. ജൂൺ 15 മുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. 400 മെഗാവാട്ട് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ തങ്കച്ചൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മള് പാരാപോളിന്റെ പൈപ്പ് അല്ലെങ്കിൽ അതിന്റെ കനാലിന്റെ തകർച്ച ഉണ്ടായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. അന്ന് മന്ത്രി ക്ഷോട്ടിച്ചാട്ട് അവിടെ വന്നതാണ്, ഞാനും പോയതാണ്, നിങ്ങൾ എല്ലാവരും ഒരു കൊല്ലം കഴിഞ്ഞു അതിന്റെ റെക്ടിഫിക്കേഷൻ ആകാൻ പറ്റിയിട്ടുണ്ട്. ആറളത്തെ കാട്ടാനകളെ നിയന്ത്രിക്കുന്നതിനുള്ള ആനമതിലിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. അപകടകാരിയായ വലിയ മോഴയാനയെ പിടികൂടി മാറ്റണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഡിഎഫ്ഒയുടെ പ്രതിനിധിയായി കൊട്ടിയൂർ റേഞ്ചർ യോഗത്തിൽ എത്തുന്നുണ്ടെന്ന് തഹസിൽദാർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കഴിഞ്ഞ DDC യോഗം കഴിഞ്ഞ് അതിനായിട്ട് പ്രത്യേക ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും യോഗം ചേർന്നായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് PWD കെട്ടിട വിഭാഗത്തെയാണ്, ബിൽഡിംഗ് വിങ്ങിനെയാണ്. നിങ്ങളാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. പുതിയ കരാറുകാരനെ വെച്ചു, കരാറുകാരനെ കൊണ്ട് പണി ഏൽപ്പിക്കേണ്ടത് നിങ്ങളാണ്. പണി കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. വേഗത്തിലാക്കേണ്ടത് നിങ്ങളാണ്. ഒന്നുകൂടി ശക്തമായിട്ട് അത് ആവശ്യപ്പെടുന്നു. രണ്ടു കൂട്ടരുടെയും ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ ഞാൻ കൂടെ ഡേറ്റ് പറയാം, വിളിക്കാം. അപ്പൊ നിങ്ങളിപ്പോ വരുന്നത് നിങ്ങളുടെ വൈൽഡ് ലൈഫിന്റെ മാത്രമല്ല, DFOയുടെ പരിധിക്കകത്ത് വരുന്ന അയ്യങ്കുന്നിന്, വാളത്തോടും എടപ്പഴയൊക്കെയുള്ള ഇതേ. കാരണം ഇവിടുന്ന് തെളിച്ചുവിടുന്ന ആന, കാട്ടിലേക്ക് കയറുന്ന ആന അയ്യങ്കുന്നിലേക്കാണ് വരും. യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബോബി എണ്ണച്ചേരി, ജെയ്സൺ കാരക്കാട്ട്, ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, പായം, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇരിട്ടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർമാനും ഇരിട്ടി തഹസിൽദാർ N. സീമയും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ജനാർദ്ദനൻ, KV സക്കീർ ഹുസൈൻ, ഇബ്രാഹിം മുണ്ടേരി, തോമസ് തയ്യിൽ, പായം ബാബുരാജ്, മാത്തുക്കുട്ടി പന്തംബ്ലാക്കൽ, രാമകൃഷ്ണൻ കൊട്ടിയൂർ എന്നിവരും വിവിധ വകുപ്പ് മേധാവികളും സംസാരിച്ചു.